ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ ലൈഫ് ഓഫ് വിപിൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് കുംഭകോണം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലുള്ള കുംഭകോണം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ റൂംമേറ്റ് ഒരു സഹോദരൻ്റെ നാട്ടിലേക്കാണ് ഇന്നിപ്പോൾ പോകുന്നത്. അപ്പോൾ അവിടേക്കുള്ള കാഴ്ചകൾ നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അവിടുത്തെ വയലുകളും അതുപോലെ വളരെ ഉൾനാടൻ പ്രദേശമാണ്. അപ്പോൾ ആൾ എടുത്ത് ചോദിച്ചു, നിങ്ങൾ എൻ്റെ വീട്ടിലേക്കൊക്കെ വരുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു. ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ, അതായത് അടുപ്പിച്ചുള്ള വീടുകൾ, അതിനുശേഷം തുടർച്ചയായിട്ടുള്ള അമ്പലങ്ങൾ, അല്ലെങ്കിൽ ഇടയ്ക്ക് കുറേ അമ്പലങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ ഒട്ടുമിക്ക നാടുകളും അല്ലെങ്കിൽ ഉൾനാടൻ സ്ഥലങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ നാട്ടുപ്രദേശത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നതെല്ലാം. പനകൾ ഇവിടുത്തെ ഔദ്യോഗിക വൃക്ഷമാണ് എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ വയലുകൾ, ഒട്ടുമിക്കവും വയലുകൾ തന്നെയാണ്. ഉൾനാടെന്ന് പറയുമ്പം വയലുകൾ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചിക്കനൊക്കെ വാങ്ങിച്ചു. ഇതാണ് ആളുടെ വീട്. ആലയും വീടും കോഴികളും ആടുകളും ഒക്കെയുള്ള ഒരു വീടാണ്, കൊച്ചു വീടാണ്. ആളെൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ ചെറിയ വീടാണ്, നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കൊണ്ടുപോയത്. അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ആൾ, സെൽവകുമാർ എന്നാണ് ആളുടെ പേര്. ഇതെല്ലാം ആളുടെ വീടിൻ്റെ ചില ഭാഗങ്ങൾ, ഓലമേഞ്ഞ വീടാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം ചായയെല്ലാം കടിച്ചിട്ട് ഞങ്ങൾ വയലിലേക്ക് പോയി. വയലിലിറങ്ങി ശീലമുണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ അപ്പോൾ ഇതിലിപ്പോൾ ഉള്ള വലിയ കാര്യം എന്ന് പറഞ്ഞ് വഴിക്ക് അങ്ങനെ ഒരു വഴിക്ക് അവിടെ എത്തി. പിന്നെ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. കുറച്ച് നേരം അങ്ങനെ കാറ്റ് കൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നു. വയലിൻ്റെ കാറ്റൊക്കെ ആസ്വദിച്ച് അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ ഈ ഷെഡിൽ വെച്ച ഒരാളുടെ മർഡർ ചെയ്യപ്പെട്ടു അത്രേ. അതായത് അത് ഈ ഭൂമിയുടെ ഓണർ ആ ഷെഡിൻ്റെ ബാക്കിലുള്ള സ്ഥലം ഒരാൾക്ക് പാട്ടത്തിന് കൊടുത്തു അത്രേ. ആ ആൾ പാട്ടത്തിന് ശേഷം പിന്നെ ആളുടേതാണെന്ന് വാദിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇയാൾ കേസ് കൊടുത്തു. അങ്ങനെ ഈ ഓണറിനെ വെട്ടിക്കൊന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ആളിപ്പോൾ ജയിലിലാണ് അത്രേ. പിന്നെ അല്ലാതെ പിന്നെ ഈ കാണുന്ന സ്ഥലം, ഞങ്ങൾ വന്ന വഴിക്ക് നല്ല ചളിയും ഇതൊക്കെ ആയിട്ട് ഇതിലെ വന്നപ്പോൾ അതിലും വലിയ ചളിയും പിളിയും. ഈ കാണുന്നത് ആളുടെ നാട്ടിലുള്ള ഒരു കുലദൈവമാണ്. ഇതുപോലെ നമുക്കവിടെ കുറേ കാണാൻ സാധിക്കും. പിന്നെ പോയത് ആളുടെ ഒരു തോട്ടം പോലെയുള്ളൊരു സ്ഥലത്തേക്ക് പോവാണ്. തോട്ടം എന്ന് പറയുമ്പം ഒരു ചെറിയ ഇങ്ങനെ തെങ്ങ്, പിന്നെ തേക്ക്, മാവ് ഒക്കെ ആയിട്ട് വെച്ച്, പിന്നെ ഇതൊക്കെ മുമ്പ് വാഴ വെച്ചിരുന്ന സ്ഥലമായിരുന്നു അത്രേ. ഇത് പിന്നെ അമ്മ വിളിച്ചു പറഞ്ഞു ഫുഡായിട്ടുണ്ടെന്ന്. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ആളുടെ വീട്ടിലെ അടുക്കള വളരെ കൺജസ്റ്റഡ് സ്പേസ് ആണ്. അവിടെ ഒട്ടുമിക്ക വീട്ടിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ ആ കാണുന്ന ഒരു പാന കണ്ടില്ലേ നിങ്ങൾ, പാന പോലെയുള്ള, അത് എന്താണെന്ന് വെച്ചാൽ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാനയാണ്. അത് ആളുടെ മുത്തശ്ശിയുടെ പാനയായിരുന്നു അത്രേ. അങ്ങനെയൊക്കെ പറഞ്ഞു. അരിയിട്ട് വയ്ക്കുന്ന പാനയാണ് അത്രേ അത്. പിന്നെ ആരും അത് ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ ആട്ടുംകുട്ടികളുണ്ട് അവിടെ. അത് കുറേ ഒക്കെ അകത്തേക്ക് വരും, പിന്നെ കുറേ പുറത്തേക്ക് പോകും. പിന്നെ ഇവരുടെ അമ്മയാണത്. അവരെന്ന് പറഞ്ഞാൽ ആടുകളൊക്കെ ഭയങ്കര സ്നേഹത്തോടെയാണ് കേട്ടോ അവരൊക്കെ നോക്കുന്നത്. ആടിങ്ങനെ ആ റോഡിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോവേണ്ടേ, അപ്പോൾ ഇവരിവിടെ വരുന്ന ഇങ്ങനെ വിളിച്ച സമയത്ത് അത് ആ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ അവരതിനെ കെട്ടിയിട്ടൊക്കെ ചെയ്തു. പിന്നെ കുറേ നേരം ഞാനങ്ങനെ ആടിനെയൊക്കെ തന്നെ നോക്കി അങ്ങനെ ഇരുന്നു. നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാൻ. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. തിരിച്ചു പോരുമ്പോൾ എന്തോ ഭയങ്കര ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. ഞാൻ ആ സൺഡേ ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നത് വളരെ നന്നായി തന്നെ എനിക്ക് തോന്നി. അതായത് നമ്മൾ സൺഡേ എന്ന് പറയുമ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ അധികവും റൂമിൽ തന്നെ സ്പെൻഡ് ചെയ്യാറാണ് ഉണ്ടാവാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ എന്നെ തന്നെ ചടപ്പിക്കുന്ന പോലെയാണ്. എവിടെയെങ്കിലും ഞായറാഴ്ചയൊക്കെ ആകുമ്പം പോകണോ വേണ്ടെന്ന് ചോദിച്ചാൽ പോണ്ട എന്ന് പറഞ്ഞ് അങ്ങ് ചടപ്പിക്കൽ. പിന്നെ ഈ ഒരു ദിവസം എന്നെയും കൊണ്ട് പോയതിന് ഞാൻ ഏട്ടനോട് താങ്ക്സ് പറയുകയും ചെയ്തു. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.